കട തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ രാമേട്ടൻ. ചിരിച്ചുകൊണ്ട് സഞ്ചിയിൽ നിന്നും കുപ്പിയെടുത്തു കൊടുത്തു. ദേവൻ വന്നൂലേ മോളെ? എല്ലാവരും പറഞ്ഞു കേൾക്കണു. എന്താവോ ഇപ്പോൾ ഒരു വരവ്? കൊടുത്ത കുപ്പിയിൽ നിന്നും പാലെടുത്ത് കടയിലെ കുഞ്ഞുരുളിയിലേക്ക് പകർത്തി കഴിഞ്ഞിരുന്നു രാമേട്ടൻ. അറിയില്ല രാമേട്ട, ഞാനൊന്നും ചോദിച്ചില്ല. എനിക്ക് ഒട്ടറിയാൻ വേണ്ട. ചിരിയോടെ തന്നെ അത്രയും പറഞ്ഞുകൊണ്ട് കുപ്പി തിരികെ വാങ്ങി സഞ്ചിയിലേക്കിട്ടു. ആ, ഇനി പറഞ്ഞിട്ട് എന്തിനല്ലേ? ആൾക്കാർ ഓരോന്നൊക്കെ പറയും. മോളതൊന്നും വിലക്കെടുക്കേണ്ട. നോക്കാൻ നിന്ന അതിനെ നേരം കാണൂ. മറുപടിയായി ചിരിച്ചെന്ന് വരുത്തി. കുഞ്ഞുട്ടിയെ പോവാം. ഗൗരിയെ എടുത്ത് ഒക്കത്ത് വെച്ചു. രാമേട്ടൻ കൊടുത്ത് ചെറുപഴം കയ്യിൽ പിടിച്ച് കഴിക്കുകയായിരുന്നു അവൾ. കുഞ്ഞിനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് തൻ്റെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് കുഞ്ഞുട്ടി തലയാട്ടി. തിരിച്ചു നടക്കുന്നതിനിടയിൽ കുഞ്ഞുട്ടി പലതും പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല താന്. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം പതിവ് പണികൾ ഓരോന്നായി ഒതുക്കി വെച്ചു. അമ്മയ്ക്കും കുഞ്ഞുട്ടിക്കുമുള്ള ഭക്ഷണം കൊടുത്തു. കുഞ്ഞുട്ടിയെ തോളിലിട്ട് ഉറക്കി ഉമ്മറത്തെ വാതിലടച്ചിട്ട ശേഷം മുറിയിലേക്ക് നടന്നു. പതിയെ കട്ടിൽ കിടത്തിയ ശേഷം തടയായി ഇരുവശവും തലയിണ വെച്ചു കൊടുത്തു. കട്ടിലിനിടയിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് പഴയ ഇരുമ്പ് വെട്ടി വലിച്ചെടുത്ത് തുറക്കുമ്പോൾ പഴമയുടെ ഗന്ധം തന്നെ പൊതിയുന്നുണ്ടായിരുന്നു. മുകളിലായി ഒതുക്കി വെച്ചിരുന്ന ധാവണികളെയും മഞ്ചാടിച്ചപ്പിനെയും മറികടന്ന് കൈ കുഞ്ഞൊരു ഡയറിയിലേക്ക് ചെന്നു. ചുവന്ന ചത്തയുള്ള സ്വർണ്ണക്കരയുള്ള കുഞ്ഞൊരു ഡയറി പൊടിയൊന്ന് തട്ടി ഒതുക്കി കയ്യിലെടുക്കുമ്പോൾ ഓർമ്മകൾ അതിനോടൊപ്പം മുന്നിൽ തെളിയുന്നുണ്ടായിരുന്നു. താളുകൾ മറിക്കും തോറും ഉള്ളിൽ ഒതുക്കി വെച്ച പ്രണയം നേർമയോടെ വരികളിൽ ചുവന്നു കിടപ്പുണ്ട്. നടുപേജിലായി വെച്ചിരുന്ന മയിൽപ്പീലി മാറ്റവേ ഭംഗിയിൽ വലുതാക്കി എഴുതിയ വാക്കുകൾ മിഴികളിൽ ഉടക്കി. രുദ്രൻ. ചുണ്ടുകൾ ആ പേരുകൾ മന്ത്രിക്കുന്നതിനോടൊപ്പം കൈകൾ അക്ഷരങ്ങളിൽ വിരലോടിക്കുന്നതിനോടൊപ്പം മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. ആമിമ്മേ. കുഞ്ഞുട്ടിയുടെ ചുണുങ്ങിയുള്ള വിളി കേട്ടുകൊണ്ട് ഒഴുകിയിറങ്ങിയ കണ്ണുനീരനെ പുറം കൈയാൽ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. ഡയറി മേശപ്പുറത്ത് എടുത്തു വെച്ച ശേഷം ഇരുമ്പ് പെട്ടി കട്ടിലിനടിയിലേക്ക് തന്നെ നീക്കി വെച്ച് എഴുന്നേറ്റു. ചിണുങ്ങിക്കരയുന്ന കുഞ്ഞുട്ടിയെ തട്ടിയുറക്കി അവൾ കടുത്തായി കിടന്നു. വൈകുന്നേരം അവൾ എഴുന്നേറ്റുന്നതിനോടൊപ്പം എണീച്ച് ചായക്കുള്ള പാൽ കറന്നെടുത്തു. വൈകുന്നേരം പുറത്തു കൊടുക്കൽ പതിവില്ല. ആരെങ്കിലും ചോദിച്ചാൽ മാത്രമാണ് കൊടുക്കാറുള്ളത്. ചായയും ഇലയടയും ഉണ്ടാക്കി വെച്ച് അമ്മയെ വിളിച്ചുണർത്തി. കുഞ്ഞുട്ടിക്കുള്ള ചൂടാറ്റിയ ചായ ഗ്ലാസ്സിലാക്കി അവളുടെ കയ്യിൽ കൊടുത്തു. ചൂടുള്ള ഇലയട ചെറുതാക്കി പൊട്ടിച്ചെടുത്ത് കുഞ്ഞുട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതിനോടൊപ്പം താനും ചായ കുടിച്ചു. കുളി കഴിഞ്ഞ് തുളസി തറയിലും അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയിലും വിളക്ക് വെച്ചു. അമ്പലത്തിൽ പോകണമെന്ന് നിരീക്ഷിച്ചു വെച്ചിരുന്നതിനാൽ കുഞ്ഞുട്ടിയെ നേരത്തെ തന്നെ കുളിപ്പിച്ച് നിർത്തിയിരുന്നു. ഉടുത്തിരുന്ന് സാരി മാറ്റി നേരിയത് ചുറ്റിയ ശേഷം കണ്ണൊന്നെഴുതി ഒപ്പം പതിവ് പൊട്ടും പുരികക്കൊടിക്കിടയിൽ സ്ഥാനം പിടിച്ചു. ഗൗരിയുടെ കുഞ്ഞുമുടി രണ്ടു സൈഡിലായി ഉയർത്തി കെട്ടിക്കൊടുത്തു. കണ്ണ് വാലിട്ടെഴുതി കൺമഷി കൊണ്ട് തന്നെ കവിളിലും നെറ്റിയിലും പൊട്ടുകുത്തി കൊടുത്തപ്പോഴേക്കും കുഞ്ഞുട്ടി കിടക്കയിൽ താഴെ ഇറങ്ങി കഴിഞ്ഞിരുന്നു. നിലക്കണ്ണാടിയിൽ ഒന്ന് നോക്കി ഇട്ടിരുന്ന പട്ടുപാവട കയ്യിൽ പിടിച്ച് ഒന്ന് വട്ടം കറങ്ങി കുഞ്ഞിപ്പെണ്ണ്. ഒപ്പം തന്നോടൊരു ചോദ്യവും. ആമിമ്മേ, ആമിമ്മിനെ പോലെ കുഞ്ഞുട്ടി സുന്ദരിയായില്ലേ ഇപ്പോൾ? ആയല്ലോ. ആമിമ്മയുടെ ഗൗരിപ്പെണ്ണ് അമ്മയേക്കാൾ സുന്ദരിയാണല്ലോ. അവളെ വാരിയെടുത്ത് കവളിൽ അമർത്തി മുത്തുന്നതിനോടൊപ്പം കുടുകുടാ ചിരിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കുട്ടി കുറുമ്പി. കുഞ്ഞിപ്പെണ്ണിനെ കയ്യും പിടിച്ച് അമ്പലത്തിൻ്റെ ചുറ്റുമതിലിന് പുറത്ത് ചെരിപ്പൂരി വെച്ച് അകത്ത് കടന്നു. ചുറ്റുമതിലിന് പുറം ശ്രീകോവിലിന് കുറച്ചകലെയുള്ള കുളത്തിൽ ഇറങ്ങി കാല് കഴുകി തിരിച്ചു കയറുമ്പോഴാണ് പാതി വിടർന്നു നിൽക്കുന്ന നീലത്താമര കണ്ണിൽപ്പെട്ടത്. ഏതോ 2 പേരുടെ പ്രണയ സാഫല്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ പ്രണയ സാധീകരണത്തിൻ്റെ അടയാളമാണത്രേ ഈ നീലത്താമര. ഒരിക്കൽ തനിക്ക് വേണ്ടിയും ഇവ ഇങ്ങനെ പാതി വിടർന്നു നിന്നിട്ടുണ്ട്. തൻ്റെ പ്രണയത്തിനും അന്നീ വിടർന്നു നിൽക്കുന്നു. നീലത്താമരയുടെ അതേ നൈർമല്യമായിരുന്നു അന്നത് കാണാൻ തൻ്റെ വലം കൈയോടൊപ്പം രുദ്രാക്ഷം കൊഴുത്ത ചരടണിഞ്ഞ ഒരിടം കൈയുണ്ടായിരുന്നു തൻ്റെ രുദ്രൻ. ഓർമ്മകൾ മിഴികളെ ഈറനണിയിക്കാൻ തുടങ്ങിയതും ഗൗരിയെയും കൊണ്ട് വേഗത്തിൽ കൽപ്പടവുകൾ കയറി. തിരുമേനി നീട്ടിയ വാഴയില ചീന്തിലെ പ്രസാദവും കൊണ്ട് കൽവിളക്കിനെ സാക്ഷിയാക്കി ദേവിക്ക് മുന്നിൽ കൈകൂപ്പുമ്പോൾ ആ പെണ്ണിന് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയൊന്നിൻ്റെ പേരിലും തൻ്റെ മകളിൽ ഒതുങ്ങിയ ലോകം കൈപ്പിടിയിൽ നിന്നും അകലാൻ ഇടവരരുത് എന്ന്. ഇലയിലെ ഭസ്മം കുഞ്ഞുട്ടിക്ക് തൊട്ടുകൊടുത്ത ശേഷം താനും അല്പം എഴുത്ത് നെറ്റിയിൽ വരച്ചു.
ശ്രീകോവിലിനെ വലയം വെച്ചിറങ്ങാൻ നേരം ഗൗരിക്കുട്ടി ചിണുങ്ങിക്കൊണ്ട് ഒക്കത്ത് കയറി. ഇലച്ചീന്തിലെ കൽക്കണ്ടം പെറുക്കി തിന്നുന്ന അവളുടെ കുഞ്ഞു ചെരുപ്പ് താൻ തന്നെ എടുത്ത് കാലുകളിൽ ഇട്ടുകൊടുത്തു. തൻ്റെ ചെരുപ്പുമിട്ട ശേഷം നിവർന്നതും നെറ്റി കൂട്ടിയിഴിച്ചതും ഒന്നിച്ചായിരുന്നു. നിലതെറ്റി വീഴും മുന്നേ തന്നെയും ഗൗരിക്കുട്ടിയെയും ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു. പിടിയിൽ നിന്നും അകന്നു മാറി കരയാനൊരുങ്ങുന്ന കുഞ്ഞുട്ടിയെ സമാധാനിപ്പിക്കവേ നെറ്റു തിരുമ്മിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന കണ്ണുകളിലേക്ക് അറിയാതെ ചെന്നു നിന്നു മിഴികൾ. അതേ നിമിഷത്തിൽ തന്നെ ആ കണ്ണുകളും അവളിൽ തറഞ്ഞു നിന്നു. രുദ്രൻ. നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾക്കൊപ്പം ചുണ്ടുകളും പറയുന്നുണ്ടായിരുന്നു ആ പെണ്ണിലെ മൗന പ്രണയത്തെ. ആമി. ഇടർച്ചയോടെ അവൻ വിളിക്കവേ രുദ്രന്റെ നോട്ടം ചുണ്ടു ചുളുക്കി അവനെ നോക്കുന്ന കുഞ്ഞിപ്പെണ്ണിലും കലങ്ങിയ കണ്ണുകളെ ഉയർന്ന നിശ്വാസത്തോടെ തന്നെ നോക്കുന്ന അവളിലുമായിരുന്നു. ഈ മാമന് കണ്ണ് കാണൂലേ? കുഞ്ഞുട്ടി ആമിയും പോ വീണു പോയനെ. ദേഷ്യത്തോടെ കുഞ്ഞി കണ്ണുരുട്ടി പറയുന്ന അവളെ തന്നെ ഇമവെട്ടാതെ നോക്കി നിന്നു അവൻ. ആണോ? എന്നിട്ട് കുഞ്ഞുട്ടിയുടെ ആമിമ്മ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പറഞ്ഞു തീരുന്നതിനോടൊപ്പം ആമിയെ നോക്കി ചിരിയാലെ അവളിൽ നിന്നും രുദ്രൻ ഗൗരിയെ എടുത്തുയർത്തിയപ്പോഴും ആമി നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു. ആമിമ്മേ, ഈ മാമന് നല്ല ചീത്ത കൊടുക്കണേ. വീഴ്ത്തിടാനും നോക്കി. പിന്നെ കുഞ്ഞൂറ്റിനെ അമ്മയോട് ചോദിച്ചു നോക്കാതെ എടുക്കുകയും ചെയ്തു. സോറി ട്ടോ, അറിയാതെ പറ്റിപ്പോയതല്ലേ. പറയുന്നതിനോടൊപ്പം കുഞ്ഞിപ്പെണ്ണിൻ്റെ കവളിൽ അമർത്തി മുത്തിയിരുന്നു രുദ്രൻ. അച്ഛൻ മകൾക്ക് നൽകുന്ന ആദ്യ ചുംബനം. കുഞ്ഞൂട്ടിയുടെ ശരിക്കുമുള്ള പേരെന്താ? അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഗൗരിക്കുട്ടി അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞൂട്ടിയുടെ ആദ്യത്തെ പരിഭവമെല്ലാം പാടെ മാറ്റിയിരുന്നു രുദ്രൻ. ഗൗരീന്ന, ഗൗരി രുദ്രദേവൻ. നിർത്തി മുഴുവൻ പേരും പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവനെ നോക്കി. കേട്ടത് വിശ്വസിക്കാനാകാതെ മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ്റെ നോട്ടം ചെന്ന് നിന്നത് അഭിരാമിയിലായിരുന്നു. നേരിയതിൽ ഇറുകെ പിടിച്ച് മുറുക്കെ അടച്ച കണ്ണുകളോടെ സ്വയം നിയന്ത്രിച്ചു നിൽക്കുകയായിരുന്നു അവൾ അന്നേരം. തൻ്റെ പെണ്ണ്, തൻ്റെ ആമി. മോളെ. ഇടറിയ വാക്കുകൾ മുഴുവനാക്കാതെ ഗൗരിക്കുട്ടിയെ ഇറുക്കെ പുണർന്നു രുദ്രൻ. രുദ്രൻ്റെ കണ്ണുകളിൽ നീർത്തിളക്കമായിരുന്നു അന്നേരം. മുഖം മുഴുവൻ അവൻ ചുംബനങ്ങളാൽ മൂടവേ കുഞ്ഞുട്ടി ഇരുവരെയും മാറി മാറി നോക്കുമായിരുന്നു. മാമൻ ദിന കരയുന്നേ? ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞോണ്ടാ. കരയണ്ടാട്ടോ, കുഞ്ഞുട്ടിക്ക് വെറുതെ പറഞ്ഞതാ. ആമിമ്മ വയക്ക് പറയൂല. ഇല്ലോ ആമിമ്മേ. കയ്യിലിരുന്ന കൽക്കണ്ടം വലിച്ചെറിഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് വെപ്രാളപ്പെട്ട് അവൻ്റെ കണ്ണുകൾ അമർത്തി തുളയ്ക്കുന്നുണ്ടായിരുന്നു. മാമനല്ല, കുഞ്ഞുട്ടിയുടെ അച്ചയാടാ. അവളെ ചേർത്ത് പിടിച്ച് പറയവേ ആമി ഗൗരിയെ അവനിൽ നിന്നും ബലമായി അടർത്തി മാറ്റി. ആമി, എനിക്ക് അറിയില്ലായിരുന്നടോ. ഞാൻ കരുതി താൻ വേറെ കല്യാണം. മതി, നിർത്ത്. എല്ലാം മറക്കാനും പൊറുക്കാനും മാത്രം കഴിവൊന്നും നിക്കില്ല രുദ്രേട്ട. അവളുടെ ഉറച്ച വാക്കുകൾ എന്തു മറുപടി പറയണമെന്നറിയില്ലായിരുന്നു രുദ്രന്. ആമി, പൊറുത്തൂടെടി എന്നോട്. മുന്നിൽ ഇനിയും നല്ലൊരു ജീവിതമില്ലടി, നമ്മുടെ മോൾക്ക് വേണ്ടിയെങ്കിലും. യാചനയോടെ പറയവേ പുച്ഛത്തോടെ മുഖം തിരിക്കുകയായിരുന്നു താന്. അപ്പോഴും ഒന്നും മനസ്സിലാകാതെ ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുട്ടി. നമ്മുടെയോ? നമുക്കിടയിൽ എന്ത്? ഇനിയില്ല രുദ്രേട്ട, നിങ്ങളും ഞാനും മാത്രം. അത് മതി, അത്രമാത്രം മതി. അന്നെനിക്കില്ലാത്ത ഒരു പരിശുദ്ധിയും ഇന്നുമില്ല. ഉറച്ചതായിരുന്നു അവളുടെ വാക്കുകൾ. അന്നത്തെ ആമയല്ല തൻ്റെ മുന്നിലുള്ളത്. ഒരുപാട് മാറ്റമുണ്ട് അവൾക്ക്. മാറും, മനുഷ്യനല്ലേ. ചുറ്റുപാടുകൾക്കൊത്തുമുള്ള മാറ്റം അത് കാണാതിരിക്കില്ല. ആലോചന വിട്ടു നോക്കുമ്പോഴെല്ലാം അമ്പലവും ആൽത്തറയും കടന്ന് അവൾ നടന്നു നീങ്ങിയിരുന്നു. ഒക്കത്തിരുന്ന കുഞ്ഞിപ്പെണ്ണ് ആമയുടെ കഴുത്തിലൂടെ കൈയിട്ട് തോളിൽ മുഖം ചേർത്ത് തന്നെ നോക്കി കൈവീശി കാണിക്കുന്നത് കാണെ രുദ്രന്റെ ചുണ്ടിൽ നനുത്ത പുഞ്ചിരി വിടർന്നു. അവർ ഇരുവരെയും കൺവെട്ടത്ത് നിന്നും മറയും വരെ നോക്കി നിന്നു അവൻ. വരമ്പും കടന്നു പോകുന്നവരെയും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്ന ആ പെണ്ണിനെ നിറഞ്ഞ പ്രണയത്താൽ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ. പോയി കഴിഞ്ഞിട്ടും ഷർട്ടൂരി ചുറ്റമ്പലത്തിലേക്ക് കയറി മറ്റൊരാൾക്കും കൊടുക്കാതെ കാത്തുവെച്ച് തൻ്റെ പ്രാണനെ തിരിച്ചു തന്നതിനോട് ദേവിയോട് മനസ്സ് തൊട്ട് നന്ദി പറയവേ ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ ഹൃദയം ഉഴലുകയായിരുന്നു. വീട്ടിലെത്തുന്നവരെയും തിരിഞ്ഞു നോക്കിയാണ് താൻ നടന്നത്. രുദ്രേട്ടൻ അമ്പലത്തിൽ കയറുന്നത് കണ്ടെങ്കിലും ഉള്ളിലൊരു പിടപ്പ്. കുഞ്ഞുട്ടി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും ഇടറുന്ന മനസ്സിനെ നിലക്ക് നിർത്താൻ പാടുപെടുകയായിരുന്നു താന്. വീട്ടിലെത്തി നേരിയത് മാറ്റി സാരി എടുത്തൊടുത്ത് അമ്മയുടെ അടുത്ത് പോയിരുന്ന അല്പനേരം കുഞ്ഞുട്ടിയെ അമ്മയുടെ അടുത്താക്കിയ ശേഷം പതിയെ മുറ്റത്തേക്കിറങ്ങി. അസ്ഥിത്തറക്കടുത്ത് കല്ലിന് മുകളിലായിരുന്നു.
അത്രമേൽ സങ്കടം തോന്നുമ്പോൾ ഈ ഇരിപ്പ് അത് പതിവാണ്. എന്തിനാ പിന്നെ ഇങ്ങനെ? ഞാനെല്ലാം മറന്നതല്ലേ? അച്ഛയ്ക്കും അമ്മയ്ക്കും അറിയാലോ. പിന്നെയും വാക്കുകൾ ഇടറിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് കാൽമുട്ടിൽ മുഖം ചേർത്തിരുന്നു. സങ്കടം അല്പം ഒന്ന് കുറഞ്ഞതും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ചെമ്പരത്തിയുടെ ചുവപ്പ് പൊഴിഞ്ഞു കിടക്കുന്ന നനഞ്ഞ മണ്ണിലൂടെ നടന്നകത്തു കയറവേ ഓർമ്മയിലേക്ക് വന്നത് ചെമ്പരത്തിയുടെ ഭ്രാന്തമായ പ്രണയത്തെയാണ്. തന്നിലെ ചുവപ്പും പ്രണയവുമെല്ലാം പൊഴിഞ്ഞു തുടങ്ങിയെന്ന് മാത്രം. വേനലും വർഷവും നോക്കാതെ അത്രമേൽ പ്രണയത്താൽ ചുവന്നു വിടർന്നിട്ടും വിലയതുമില്ലാത്ത പോലെയൊരു അരുണ പുഷ്പമല്ലേ താനും. വെളിച്ചം കടന്നു ചെല്ലാത്ത കുഞ്ഞുമുറി തള്ളി തുറക്കവേ രുദ്രന്റെ മനസ്സിൽ സന്തോഷവും പ്രതീക്ഷയും മാത്രമായിരുന്നു. അച്ചച്ച, ശബ്ദം കേട്ടുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു അച്ചച്ചൻ. പിന്നെ മറുപടിക്കായി കൈവിരലുകൾ ഒന്നനക്കി. അത് മാത്രമല്ലേ പറ്റുകയുള്ളൂ. ചുളിവ് വീണ കൈ തൻ്റെ കൈക്കുള്ളിൽ ചേർത്തമർത്തി മുത്തി രുദ്രൻ. കുഞ്ഞുനാളിൽ തൻ്റെ സന്തോഷം അത്രയും ഈ വിരൽ തുമ്പിലായിരുന്നു. താൻ ലോകം കണ്ടു തുടങ്ങിയതും ഈ കൈക്കുള്ളിൽ നിന്നായിരുന്നു. അച്ഛനേക്കാൾ പ്രിയമായിരുന്നു അച്ചച്ചനോട് തനിക്ക്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുംബൈയിലേക്ക് പറിച്ചു നട്ടപ്പോഴും താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഈ കൈയിൻ്റെ ചൂടായിരുന്നു. പിന്നെ തൻ്റെ അമ്മയുടെ ചിരിയും കുറുമ്പും. നെടുവീർപ്പിട്ടുകൊണ്ട് കൈകളിലെ മുറുക്കം ഒന്നു കൂട്ടി. അച്ചച്ചേ, ഞാൻ കണ്ടു എൻ്റെ പെണ്ണിനെ. ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല, ചെറിയച്ഛനും ആരും. ഞാൻ കരുതി അവൾ ജീവിച്ചു തുടങ്ങി കാണുമെന്ന്. പക്ഷേ ഇല്ല ആമി, അവൾ ഒരുപാട് മാറില്ലേ. കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു. അവൾ പറയാ നമ്മുടെ അല്ലെന്ന്. ക്ഷമിക്കില്ലേ എന്നോടെൻ്റെ പെണ്ണ്? നിക്ക് വേണം അവളെയും മോളെയും എല്ലാം മറന്ന് സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ചത് അവളെയാ, അവളുടെ മനസ്സിനെയാ. അല്ലാതെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പക്ഷേ എന്നെക്കൊണ്ട് കഴിയണില്ല അവളെ മറക്കാൻ. നിക്ക് വേണോ അച്ചച്ചേ? നിക്ക് വേണം. നിക്ക് ജീവിക്കണം. നിറയുന്നവൻ്റെ കണ്ണുകൾക്കൊപ്പം ആ വൃദ്ധൻ്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. അച്ചച്ചൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്ത് ആ നെറ്റിയിലൊന്ന് അമർത്തി മുത്തിയ ശേഷം റൂമിൻ്റെ വാതിലടച്ച് പുറത്തിറങ്ങി. തൻ്റെ റൂമിലേക്ക് നടക്കവേ മനസ്സ് ശാന്തമായിരുന്നു. മുറിയിലെ കിളിവാതിലൂടെ ഒഴുകിയിറങ്ങുന്ന നിലാവെളിച്ചത്തെ നോക്കി ചാരു കസേരയിലേക്ക് അമരവേ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നത് തൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും മുഖമായിരുന്നു. ഗ്രാമഫോണിൽ നിന്നും നേർത്ത സ്വരത്തിൽ ഉയരുന്ന ഉമ്പായിയുടെ ഗസലിനൊപ്പം എപ്പോഴോ കണ്ണുകളിൽ മയക്കം വന്നു തുടങ്ങിയിരുന്നു.